വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ. ഭഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത നമുക്കറിയാം, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആധ്യാത്മിക ഗ്രന്ഥമാണ് എന്ത്? ഭഗവത്ഗീത. അതായത് സനാതന ധർമ്മത്തിന്റെ മെയിനായിട്ടുള്ള കാതല്. അല്ലെങ്കിൽ ഭഗവത്ഗീതയില് മറ്റെന്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലും അതിനെക്കാട്ടിലുപരി എല്ലാ മാനവരാശിക്കും മനുഷ്യരാശിക്കും വേണ്ടിയിട്ട് എന്താണ് നൽകിയിട്ടുള്ള വിലമതിക്കാനാവാത്ത ഗ്രന്ഥമാണ്. അല്ലേ? അത്ര അമൂല്യമായിട്ടുള്ള ഗ്രന്ഥം, അമൂല്യമായിട്ടുള്ള നിധിയാണ് എന്ത്? ഭഗവത്ഗീത. ആ ഒരു യുദ്ധക്കളം പശ്ചാത്തലമായിട്ടുള്ള വേറെ ഒരു ഗ്രന്ഥവും ഉണ്ടാവുകയില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും ആ മഹാഭാരതം മൊത്തവും യുദ്ധമാണ് അല്ലേ? ആ യുദ്ധമായിട്ട് പോലും ആ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഭഗവത്ഗീത അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികള് എന്താണ്? സമാധാനപരമായിട്ടാണ് ജീവിക്കുന്നത്. എത്രമാത്രം പവിത്രമാണ് ഭഗവത്ഗീത. എന്തുകൊണ്ടാണ് ആ ഒരു ഭഗവത്ഗീത അവിടെ ഉപദേശിക്കാനുള്ള കാരണം? എല്ലാ മാനവരാശിക്കും വേണ്ടിയിട്ട്. എന്തുകൊണ്ടാ? ആ അർജുനനെ സംബന്ധിച്ചിടത്തോളം അർജുനന് എന്തായിരുന്നു വേണ്ടിയിരുന്നത്? സമാധാനം. അർജുനന് സമാധാനം ആഗ്രഹിച്ച സമയത്ത് പരമാത്മാവായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു സാധാരണ മനുഷ്യനെ പോലെ വന്ന് ആ ഒരു യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ട്, എന്ത്? ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ആ ഒരു തത്വചിന്ത പറഞ്ഞു കൊടുത്തത്. നമുക്കറിയാം, ഒരാള് ദിവസവും 3 നേരം 4 നേരം കുളിച്ചു കഴിഞ്ഞാല് സ്വയം ശുദ്ധിയാവാം അല്ലെ? അതുപോലെയാണ് എന്ത്? ആ ഒരു ഭഗവത്ഗീതയുടെ പുണ്യ ഗംഗാജലത്തില് ഒരിക്കലെങ്കിലും കുളിച്ചു കഴിഞ്ഞാല് അയാളുടെ, ആ വ്യക്തിയുടെ എന്താണ്? ആ ഭൗതിക ജീവിതത്തിലെ എല്ലാ മാലിന്യങ്ങളും അഴുക്കുകളും പൂർണ്ണമായും ഇല്ലാതാവും. അതായത് നമ്മൾ മുൻജന്മത്തിലും ഈ ജന്മത്തിലും ചെയ്തിട്ടുള്ള എല്ലാ കർമ്മങ്ങളും എന്ത്? ഇല്ലാതാകും. ആ ഒരു ഗംഗാജലം കുടിക്കുന്ന അല്ലെങ്കിൽ ഗംഗയിൽ കുളിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് കിട്ടും? മോക്ഷം ലഭിക്കും, അല്ലെങ്കിൽ എല്ലാ പാപവും പോകും. അപ്പോൾ ഈ ഭഗവത്ഗീതയുടെ അമൃത് എന്ന് പറയുന്നത് ആ മഹാഭാരതത്തിന്റെ അമൃതാണ്. മഹാഭാരതത്തിൽ നിന്നാണ് എന്ത്? ഈ ഒരു ഭഗവത്ഗീതയുടെ ഉത്ഭവം. അപ്പം ആ ഒരു അമൃത് അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ എന്ത്? നേരിട്ട് ഭഗവാൻ തന്നെ ഉപദേശിച്ചതാണ്. എന്ത്? ആ ഒരു ഭഗവത്ഗീത. നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഭഗവാൻ അല്ലെ? എന്താണ്? പരമാത്മാ രൂപേണ നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഭഗവാൻ അർജുനൻ സമാധാനം ആഗ്രഹിച്ച സമയത്ത്, നമ്മൾ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഏത് സമയത്തും സമാധാനത്തോടെ ഇരിക്കണം എന്നുള്ള കാര്യം. അർജുനനെ സംബന്ധിച്ചിടത്തോളവും സമാധാനം ആഗ്രഹിച്ചു. ആ സമാധാനം ആഗ്രഹിച്ച സമയത്ത് പരമാത്മാവായിട്ടുള്ള സാക്ഷാൽ ഭഗവാൻ എന്താണ്? ഗീത ആർക്ക് ഉപദേശിച്ചു? അർജുനന് ഉപദേശിച്ചു കൊടുത്തു. നമുക്ക് സമാധാനം വേണമെങ്കിൽ എന്ത് വേണം? ആന്തരികമായിട്ട്, ഭൗതികപരമായിട്ട് സമാധാനം വേണമെങ്കിൽ എന്ത് വേണം? ആന്തരികമായിട്ട് നമുക്ക് സമാധാനം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ എന്തുണ്ടാവൂ? ഭൗതികപരമായിട്ടുള്ള സമാധാനവും ഉണ്ടാവുകയുള്ളൂ. അകത്ത് സമാധാനം ഉണ്ടായാലേ പുറത്തും സമാധാനപരമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ സമാധാനം വളർത്തുന്ന രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ.
അതായത് നമ്മൾ എന്താണ് ഈ ഒരു ശരീരമോ അല്ലെങ്കിൽ ഈ ഭൗതികപരമായിട്ടുള്ള ശരീരമല്ല, മറിച്ച് എന്താണ് ഭൗതികമല്ലാത്ത ആത്മാക്കളാണ് ആര്? നമ്മൾ. നിർത്തിയത് ആന്തരികമായിട്ടുള്ള സമാധാനം, അല്ലെ? ആന്തരികമായിട്ടുള്ള സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവൂ? ഭൗതികപരമായിട്ട് ആ ഒരു സമാധാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ ഭൗതികപരമായിട്ടുള്ള വ്യക്തിയല്ല, പിന്നെയോ നമ്മള് ആധ്യാത്മികപരമായിട്ടുള്ള ആത്മാക്കളാണ്. നമ്മൾ ഭഗവാന്റെ പ്രിയപ്പെട്ട മക്കളാണ്. അതിനാല് നമുക്ക് ശാശ്വതമായിട്ടുള്ള എന്നും നിലനിൽക്കുന്ന സമാധാനവും സന്തോഷവും നേടണമെങ്കിൽ ഉള്ളിലും സമാധാനം ഉണ്ടാവണം. നമ്മൾ അതിനു വേണ്ടിയിട്ട് എന്താണ് ഈ മരണം എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ഒഴിവാക്കാനാവാത്ത ഏറ്റവും വലിയ കാര്യമാണ് എന്ത്? മരണം. ആ മരണം എന്താണ്? ആ മരണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാച്ച് വർക്കുകളൊക്കെ ചെയ്തു നടക്കും. ആശുപത്രിയിൽ പോയി സാധാരണ ഒരു താൽക്കാലിക നിലനിൽപ്പിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യും. പക്ഷെ ശാശ്വതമായിട്ടുള്ള ആനന്ദം എവിടെയാണുള്ളത്? അത് ഉള്ളിൽ നിന്ന് വരണം. ഭഗവാനുമായിട്ട് അല്ലെങ്കിൽ ആ പരമാത്മാവുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ടാൽ മാത്രമേ എന്തുണ്ടാവൂ? ആ ശാശ്വതമായിട്ടുള്ള ബന്ധം നിലനിൽക്കുകയുള്ളൂ. മരണം എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാനാവാത്ത വസ്തുതയാണ്, അല്ലെ? എന്നായാലും നമ്മൾ മരിക്കും, അല്ലെങ്കിൽ ശരീരം ഉപേക്ഷിക്കും. പക്ഷെ ആ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് എവിടേക്ക് പോകണം? നമുക്ക് ശാശ്വതമായിട്ടുള്ള ഒരു ലോകമുണ്ട്. അതായത് ജനന മരണങ്ങളില്ലാത്ത ഒരു ലോകം, നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ലോകം, ശാശ്വതമായിട്ടുള്ള. അപ്പൊ അവിടേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? അവിടേക്ക് പോകാനുള്ള മാർഗമാണ് എന്ത്? ഈ ഒരു ഭഗവത്ഗീതയിലൂടെ നമുക്ക് ഭഗവാൻ നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്തുണ്ടാവണം? നമുക്ക് ആ ഒരു പരമാത്മാവുമായിട്ടുള്ള ബന്ധം നമുക്ക് പുനരുജ്ജീവിപ്പിക്കണം. നമ്മുടെ എല്ലാ ഭൗതിക കടമകളും എന്താണ്? നമ്മുടെ ഭൗതികപരമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ എന്താണ്? ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്, ഭഗവാനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ സേവനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ആ സേവിക്കാനുള്ള മനോഭാവം വളർത്തിയെടുത്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോഴേ എന്തുണ്ടാവൂ? ആ ഭഗവാനുമായിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ ആ ശാശ്വതമായിട്ടുള്ള ആ ഒരു ബന്ധം നമുക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം ആരാണ് കൗരവരും പാണ്ഡവരും. ഇവര് രണ്ടുപേരുമായിരുന്നു എന്ത്? യുദ്ധം ചെയ്തിരുന്നത്. അപ്പം കൗരവരെ സംബന്ധിച്ചിടത്തോളം അർജുനന്റെ ബന്ധുക്കളായിരുന്നു എങ്കിൽ പോലും അവരെന്താണ്? ദുഷ്ടന്മാരായിരുന്നു. അവരുടെ പ്രവൃത്തികൾ നിമിത്തം എന്ത് പറ്റി? മനുഷ്യർക്ക്, അവിടെയുള്ള മനുഷ്യർക്ക് ആത്മീയത ഒരിക്കലും എന്താണ്? പാലിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നില്ല. അല്ലെങ്കിൽ ആ ആത്മീയപരമായിട്ടുള്ള ബന്ധം അവിടെ നശിച്ചു പോയിരുന്നു. അങ്ങനെ എന്ത്? ആ ഭഗവാൻ തന്നെ അല്ലെങ്കിൽ അർജുനനെ പ്രബുദ്ധനാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എല്ലാ മാനവരാശിയെയും പ്രബുദ്ധരാക്കാൻ വേണ്ടിയിട്ട് എന്ത്? ഈ ഒരു യുദ്ധക്കളം തന്നെ ഭഗവാൻ തിരഞ്ഞെടുത്തത്. അപ്പം അതൊരു വസ്തുതാപരമായ ഒരു ചരിത്രത്തിനപ്പുറം എന്താണ്? അല്ലെങ്കിൽ ഒരു യുദ്ധക്കളത്തില് ഉപദേശിച്ച ഒരു സംഗതിയാണ്. അല്ലെങ്കിൽ ഒരു യുദ്ധം നടക്കുകയാണ് കൗരവരും പാണ്ഡവരും തമ്മിൽ. പക്ഷെ അതൊരു ചരിത്രപരമായ സംഭവത്തെക്കാൾ ഉപരി എന്താണ് അവിടെ നടക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ഓരോ മനുഷ്യന്റെയും ഉള്ളിലുള്ള സ്വന്തം ബോധത്തിലുള്ള നമ്മുടെ ആ സംഘർഷത്തെയാണ് എന്ത്? ആ ഒരു യുദ്ധം ഒരു തരത്തില് സൂചിപ്പിക്കുന്നത്. അപ്പം ഓരോ മനുഷ്യനിലും എന്തുണ്ട്? ഈ കൗരവര് പ്രതിനിധീകരിക്കുന്ന എന്താണ്? ഒരു താഴ്ന്ന രീതി, അല്ലെ? ഒരു അധർമ്മവും ഉണ്ട്. പിന്നെയോ പാണ്ഡവർ പ്രതിനിധീകരിക്കുന്ന ഒരു ഉയർന്ന തലവുമുണ്ട്, ഒരു അല്ലെങ്കിൽ ഉയർന്ന വ്യക്തിത്വവുമുണ്ട്. ഈ രണ്ടും നമ്മുടെ ഉള്ളില് ഉണ്ട്. ആ ഒരു സംഘർഷവും കൂടിയാണ് എന്ത് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഹൃദയത്തിലെ നല്ല ഗുണത്തെയും ദുർഗുണത്തിനും ഇടയിലുള്ള പോരാട്ടത്തെയും കൂടിയാണ് എന്ത് പ്രതിനിധീകരിക്കുന്നത്. അപ്പം അർജുനനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരു പരിഹരിക്കാനാവാത്ത ആശയക്കുഴപ്പമായിരുന്നു അർജുനൻ ഉണ്ടായിരുന്നത്. അപ്പം ശരിയും തെറ്റും എന്താണെന്ന് മനസ്സിലാവാത്ത ഒരു അവസ്ഥ. അപ്പം അത് എന്താണ്? നമ്മുടെ ആശയക്കുഴപ്പത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. പിന്നീട് എന്തുണ്ടായി? ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിച്ച സമയത്ത് എന്ത് പറ്റി? അർജുനന് ബുദ്ധി ഉദിച്ചു, അല്ലെ? അർജുനൻ ശരിയായിട്ടുള്ള കാര്യങ്ങള് ചെയ്തു. അതേപോലെയാണ് നമ്മുടെ ഉള്ളിലും ഉള്ള ആ ഒരു സംഘർഷ അവസ്ഥ. അപ്പോ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം എന്ത്? ആ ഒരു പ്രബോധനം, ഭഗവാൻ നൽകിയിരിക്കുന്ന ആ ഒരു ജ്ഞാനം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഭഗവാനോടുള്ള നിസ്വാർത്ഥ ഭക്തിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള
ആ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഉയർന്ന ധാർമ്മികതയുടെ പാതയാണ് എന്ത് ആ നമ്മളില് പ്രകാശിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രകാശിക്കുന്നത്. ആ ഒരു അത്രയും ജ്ഞാനം നേടിയതിന് ശേഷം എന്തുണ്ടായി? ആ അർജുനൻ അവിടെ വിജയിക്കുകയാണ് ചെയ്തത്. നമ്മളും എന്ത് വേണം? നമ്മളും പല പ്രശ്നങ്ങളുമായിട്ട് നടക്കുന്നവരാണ്. നമ്മൾ പല രീതിയിലും പല കാര്യത്തിലും അതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. പക്ഷെ നമ്മൾ ഒരിക്കൽ പോലും എങ്ങോട്ട് നോക്കുന്നില്ല? നമ്മുടെ ഉള്ളിലുള്ള പരമാത്മാവിനെ നമ്മൾ നോക്കുന്നില്ല, അല്ലെങ്കിൽ ഭഗവാനെ നമ്മൾ കാണുന്നില്ല. ആ ഭഗവാന് മാത്രമേ എന്തുണ്ടാവൂ? നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടാൻ വേണ്ടിയിട്ട് സാധിക്കൂ. പലരും ആത്മഹത്യകൾ ചെയ്യുന്നുണ്ട് പ്രശ്നപരിഹാരമായിട്ട്. പക്ഷെ അതൊന്നും ശാശ്വതമല്ല. ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് എന്താണ്? അത് ഭഗവാന്റെ അടുക്കലേ കിട്ടൂ, അല്ലെ? ഈ ഭൗതിക ലോകത്തില് ഒന്നും ശാശ്വതമല്ല. പക്ഷെ ആ ഭഗവാനുമായിട്ടുള്ള ബന്ധം നിലനിർത്തി കഴിഞ്ഞാല് അതിന് എന്നും ശാശ്വതമായിട്ട് ശാശ്വതമായിട്ടുള്ള നിലനിൽപ്പ് ഉണ്ടാകും. ഇവിടെ ശങ്കരാചാര്യര് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ശങ്കരാചാര്യര് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗീതാ മഹാത്മ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. സർവോപനിഷദോ ഗാവോ ദോക്ത ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. എന്താണ്? വേദങ്ങൾ എന്ന് പറയുന്നത് ഭഗവാന്റെ ശ്വാസമാണ്, അല്ലെ? വേദങ്ങൾ എന്താണ്? ഭഗവാന്റെ ശ്വാസം. വേദങ്ങള് ഭഗവാന്റെ ശ്വാസമാണ്. അപ്പൊ ഉപനിഷത്തുകൾ എന്ന് പറയുന്നത് വേദങ്ങളുടെ നിർവചന ബന്ധുക്കളാണ്, ഒരുതരം കിരീടങ്ങൾ പോലെ. അപ്പം എല്ലാ ഉപനിഷത്തുകളെയും ഇവിടെ എന്തായിട്ടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്? സർവോപനിഷദോ ഗാവോ സർവോപനിഷദോ ഗാവോ ദോക്ത ഗോപാലനന്ദന. അപ്പം ഇവിടെ എല്ലാ ഉപനിഷത്തുകളെയും പശുക്കളായിട്ടാണ് താരതമ്യം ചെയ്യപ്പെടുന്നത്. അപ്പം എല്ലാ വേദഗ്രന്ഥങ്ങളെയും പശുവിനോടും, ഇപ്പൊ കൃഷ്ണനെയോ ഭഗവാൻ കൃഷ്ണനെ, അല്ലെങ്കിൽ ഇത് ഉപദേശിക്കുന്ന ഭഗവാനെ ആ പശുവിനെ കറക്കുന്ന വ്യക്തിയോടും ഗോമാതാവിനോടും, പിന്നെയോ അർജുനനെ ഒരു പശുക്കിടാവിനോടും ഗീതയെ പശുവിന്റെ പാലിനോടും താരതമ്യം ചെയ്യുന്നു. അങ്ങനെ ഗീതയെ എല്ലാ വേദ സാഹിത്യത്തിന്റെയും സത്തയായിട്ട് കണക്കാക്കപ്പെടുന്നു. ആ ഉപനിഷത്തുകളിലെ പല ശ്ലോകങ്ങളും എവിടെയുമുണ്ട്? അക്ഷരാർത്ഥത്തില് ഈ ഭഗവത്ഗീതയിലും ഉണ്ട്. അത് തന്നെയാണ് ശങ്കരാചാര്യർ വീണ്ടും പറഞ്ഞത്. ഏകോ ദേവോ ദേവകി പുത്രയേവ ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതം. ഒരേ ഒരു ഭഗവാനേ ഉള്ള. അതാരാണ്? ദേവകി പുത്രൻ. ഒരേ ഒരു ശാസ്ത്രമേ ഉള്ള. അതെന്താണ്? ദേവകി പുത്രനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ പാടിയ ഭഗവത്ഗീത. ഭഗവത്ഗീത എന്ന് പറയുന്നത് ഗീതം, പാട്ടാണ്. അങ്ങനെ കലിയുഗ നിവാസികളുടെ, അല്ലെങ്കിൽ ഈ കലിയുഗത്തിൽ ജീവിക്കുന്ന നമ്മളെ പോലെയുള്ള മനുഷ്യരുടെ വരാനിരിക്കുന്ന പുതുതലമുറകളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഭഗവാൻ എല്ലാ വേദങ്ങളുടെയും പൂർണ്ണമായിട്ടുള്ള ജ്ഞാനത്തിന്റെ ഒരു സംഗ്രഹം തയ്യാറാക്കി ആ അർജുനനുമായിട്ടുള്ള സംഭാഷണത്തില് അവ അവതരിപ്പിക്കുകയാണ് ഉണ്ടായത്. ഭഗവത്ഗീതയെ ഗീതോ ഉപനിഷത്തും എന്നും അറിയപ്പെടുന്നു. വേദജ്ഞാനത്തിന്റെ സത്തയും വേദസാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപനിഷത്തുകളിലും ഒന്നാണ് ഭഗവത്ഗീത. കാരണം വേദം ഭഗവാന്റെ ശ്വാസത്തിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഭഗവത്ഗീതയും ഭഗവാന്റെ ശ്വാസത്തിൽ നിന്ന് ഭഗവാൻ തന്നെ പറഞ്ഞതാണ് ഭഗവത്ഗീതയും. അതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല. പക്ഷെ വേദങ്ങൾ പഠിക്കണമെങ്കിൽ കാലകാലങ്ങൾ എടുക്കും. പക്ഷെ അതിന്റെയൊക്കെ ചെറിയ ഒരു സംഗ്രഹമായിട്ടുള്ള ഒരു രൂപം, സത്തയാണ് ഭഗവാൻ 40 മിനിറ്റ് കൊണ്ട് 700 ശ്ലോകങ്ങൾ കൊണ്ട് അർജുനന് ഉപദേശിച്ചു കൊടുത്ത്. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് വേണ്ടിയിട്ട്. നമുക്കറിയാം, ഇംഗ്ലീഷിലെ സംബന്ധിച്ചിടത്തോളം ഭഗവത്ഗീതയ്ക്ക് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്.
അപ്പൊ പലരും ചോദിച്ചേക്കാം, പല ഗീതകളും പല രീതിയിലാണല്ലോ എന്ന്. ചിലർ വ്യാഖ്യാനം എഴുതുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട പോണക്കാണ്, ചിലര് ചെയ്യുന്നത് എന്താണ്, അവർക്ക് ഇഷ്ടപ്പെട്ടത് പോണക്കാണ്. അപ്പം ഒരുപാട് ഭഗവത്ഗീതകൾ, അല്ലെങ്കിൽ ഒരുപാട് ഭഗവത്ഗീത ഒന്നേ ഉള്ളൂ എങ്കിൽ പോലും അർത്ഥവും ശ്ലോകവും പക്ഷെ പലരും പല രീതിയിൽ വളച്ചൊടിക്കുന്ന, അല്ലെ, ആ വ്യാഖ്യാനിക്കുന്ന ആളുടെ ഇച്ഛയ്ക്കനുസരിച്ചാണ് പലരും ആ ഭഗവത്ഗീതയ്ക്ക് ഇത് എഴുതിയിരിക്കുന്നത്. നമ്മൾ എന്ത് വേണം, ആ ഭഗവത്ഗീതയുടെ ആത്മാവ് ഭഗവത്ഗീതയിൽ തന്നെ പരാമർശിച്ചിരിക്കുന്നു. നമുക്കൊരു അസുഖം മാറണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അസുഖം മാറുമോ? ഇല്ല. ഏതോ ഒരു ഡോക്ടറാണോ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, ആ മരുന്ന് കഴിച്ചാൽ മാത്രമേ എന്ത് മാറൂ, നമ്മുടെ അസുഖം മാറുകയുള്ളൂ. അപ്പം നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമോ ഒരു സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരമോ നമുക്ക് മരുന്ന് കഴിക്കാൻ സാധിക്കുകയില്ല. ആ ലേബലിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ മാത്രമേ, അല്ലെങ്കിൽ ആ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന മരുന്ന് കഴിച്ചാൽ മാത്രമേ നമ്മുടെ അസുഖം മാറുകയുള്ളൂ. അതുകൊണ്ട് ആ യഥാർത്ഥമായിട്ടുള്ള ഭഗവത്ഗീത, അല്ലെങ്കിൽ ഭഗവാൻ എങ്ങനെയാണോ അർജുനന് പറഞ്ഞു കൊടുത്തത് ആ രീതിയിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കിട്ടൂ, ശരിയായിട്ടുള്ള ജ്ഞാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം ഭഗവത്ഗീത പറയുന്നയാൾ എന്ത് വേണം, അതിൽ, അല്ലെങ്കിൽ ആ പറയുന്നയാൾ എങ്ങനെയാണോ പറയുന്നത് അതേ, ആ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെ തന്നെ പറയുകയും വേണം. ഈ കേൾക്കുന്നവര് അതേ രീതിയിൽ തന്നെ അത് എടുക്കുകയും വേണം. കാരണം ആ ഭഗവത്ഗീത പറഞ്ഞിരുന്നത് ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അല്ലേ? കാരണം എന്താണ്, എല്ലാ ശ്ലോകങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, അല്ലെ, എന്താണ്, ശ്രീ ഭഗവാൻ ഉവാച, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഉവാചയായിട്ടല്ല, ശ്രീ ഭഗവാൻ ഉവാച. അപ്പൊ നമ്മൾ അറിയണം, ഭഗവാൻ എന്ന് പറയുന്നത് പരമദിവ്യോത്തമ പുരുഷനാണ് ശ്രീകൃഷ്ണൻ, അല്ലെ, എന്താണ്, ദേവാദിദേവനാണ്. അപ്പം ഭഗവത്ഗീതയിലും ഭഗവാനെ തന്നെ ദിവ്യോത്തമ പുരുഷനായിട്ട് സ്ഥാപിക്കുന്നു. ബ്രഹ്മസംഹിതയിലും എല്ലാ പുരാണങ്ങളിലും, പ്രത്യേകിച്ച് ഭാഗവതത്തിലും ഒക്കെ തന്നെ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഭാഗവതത്തിൽ പോലും കൃഷ്ണനെ ഭഗവാനായിട്ട് പരാമർശിക്കുന്നു. നമ്മളും അതേപോലെ തന്നെ അത് എടുക്കണം. ഭഗവാൻ പറയുന്നുണ്ട്, 4-ാം അധ്യായത്തില് ഭഗവാൻ 4-ാം അധ്യായത്തില് ഭഗവാൻ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? നാലാം അധ്യായം 1-ാമത്തെ ശ്ലോകം. ശ്രീ ഭഗവാൻ ഉവാച ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനാമഹവ്യം വിവസ്വാൻ മനവേ പ്രാഹു മനു രക്ഷാകവേ ബ്രവീത്. ഇമം വിവസ്വതേ യോഗം, ഭഗവാൻ പറഞ്ഞത് സനാതനമായിട്ടുള്ള ഈ യോഗത്തെ അർജുനനോടാണ് പറയുന്നത്. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനവ അഹമവ്യയം. സനാതനമായ ഈ യോഗത്തെ പണ്ട് ഞാൻ സൂര്യദേവനായിട്ടുള്ള ആർക്കുപദേശിച്ചു? വിവസ്വാൻ ഉപദേശിച്ചു. പിന്നീടോ വിവസ്വാൻ മനഹേ പ്രാഹു, ആ മനുഷ്യ വംശപിതാവായിട്ടുള്ള മനു ആർക്കുപദേശിച്ചു? ഇക്ഷാകുവിന് ഉപദേശിച്ചു. പിന്നീട് എന്ത് സംഭവിച്ചു? അതിന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ഏവം പരമ്പരാ പ്രാപ്തവിധം രാജശ്രയോ വിദു സകലാനേഹ മഹത യോഗോ നഷ്ടപരന്തവ. അങ്ങനെ ആ ശിഷ്യ പരമ്പരയിലൂടെ പകർന്നു കിട്ടിയ ഈ സർവോത്കൃഷ്ടമായിട്ടുള്ള ശാസ്ത്രം രാജർഷികൾ ശരിയായിട്ട് മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ആ വിവസ്വാൻ വഴിയെ വന്നിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവരും നല്ല രീതിയിൽ മനസ്സിലാക്കിയിരുന്നു. കാലക്രമത്തിൽ എന്ത് സംഭവിച്ചു? സകാലേനേഹ മഹത യോഗോ നഷ്ടപരം തപ. അപ്പോ കാലക്രമത്തില് ആ പരമ്പര ശൃംഖലക്ക് എന്ത് പറ്റി? മുറിഞ്ഞു പോവുകയും അത് നഷ്ടപ്രാപകമാവുകയും ചെയ്തു, അത് നശിച്ചു പോവുകയും ചെയ്തു. അതുകൊണ്ടാണ് അത് നശിച്ചുപോയി. അതുകൊണ്ടാണ് വീണ്ടും ഭഗവാൻ ഉപദേശിക്കേണ്ടതായിട്ടുണ്ട്. സ ഏവായ മയാത്തെ ഉദ്യോഗ പ്രോക്ത പുരാതന ഭക്താസേ ഭക്ത അസിമേ സഖാ ചെയ്തി രഹസ്യം ഹേതദുത്തമം. സ ഏവായ മയാത്തെ ഉദ്യോഗ പ്രോക്ത, നീ എന്റെ പുരാതന ഭക്ത സേ അസിമേ സഖാ ചെയ്തി, നീ എന്റെ ഭക്തനും മിത്രവുമായതുകൊണ്ട് പരമപുരുഷനുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഈ പുരാതന ശാസ്ത്രം ഞാൻ വിവരിച്ചു തരുന്നത്, അല്ലെ. ഭക്തോ അസിമേ സഖ, അതായത് എന്താണ് സഖാവ്, നീ എന്റെ സുഹൃത്തും മിത്രവും ആയതുകൊണ്ട് ഈ ഒരു രഹസ്യം ഞാൻ നിനക്ക് വിവരിച്ചു തരുന്നു. അതുകൊണ്ട്
അതീന്ദ്രിയമായിട്ടുള്ള ഈ ഒരു ഗുപ്തജ്ഞാനം, ഗുപ്തം എന്ന് പറയുന്ന രഹസ്യം, ഈ ജ്ഞാനം ഗ്രഹിക്കാൻ എന്ത് നിനക്ക് കഴിവുണ്ട്. അപ്പം ഇത് പരമ്പരകൾ വഴി കൈമാറി വന്നിരിക്കുന്ന അറിവാണ്. എന്താണ് പരമ്പരയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്? അതായത് ആധികാരികമായിട്ടുള്ള ഉദ്ദേശം. നമ്മളിപ്പം പഠിക്കുന്ന സമയത്ത് എന്ത് വേണം? ആധികാരികത ഉണ്ടായിരിക്കണം. നമ്മൾ എവിടെ നിന്നാണ് പഠിക്കുന്നത്? അപ്പം ആ സ്കൂളിന്, അല്ലെങ്കിൽ ആ പഠിക്കുന്ന ഒരു സ്കൂളിന് ഒരു ആധികാരികത ഉണ്ടായിരിക്കണം. എവിടെ നിന്നാണ്, അല്ലെങ്കിൽ ആ ഭഗവാൻ പറഞ്ഞു കൊടുത്തത് ഏത് വഴിയാണ് അത് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആ എഴുതിയിരിക്കുന്ന ആളുടെ ആധികാരികത എന്താണ്, അല്ലെങ്കിൽ ആ പറയുന്ന ആളുടെ ആധികാരികത എന്താണ്, അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ഭഗവത്ഗീത വായിക്കാനും പഠിക്കുവാനും വേണ്ടിയിട്ട്. അത് ഇല്ലെങ്കിൽ എന്ത് പറ്റും? ആ എഴുതിയിരിക്കുന്ന വ്യക്തികളുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇഷ്ടാനുസരണമായിരിക്കും അവര് ആ ഒരു ഗീതയെ സമീപിക്കുന്നത്. അപ്പം ഇവിടെ എന്താണ് അർജുനനോട് പറഞ്ഞിരിക്കുന്നത്? അർജുനനോട് പറയുകയാണ് എന്ത്? ഈ യോഗ സമ്പ്രദായത്തെ, അല്ലെ, ആ ഭഗവത്ഗീത ആദ്യം ഞാൻ അവരോടാണ് പറഞ്ഞത് സൂര്യദേവനായിട്ടുള്ള വിവസ്വാനോട്. സൂര്യദേവൻ അത് മനുവിനും മനു ഇക്ഷാവിനോടും അത് വിശദീകരിച്ചു, ഇക്ഷാകുവിനോടും വിശദീകരിച്ചു. അങ്ങനെ ആ ശിഷ്യ പരമ്പരയിലൂടെ ഒന്നിനു പിറകെ ഒന്നായി ഈ യോഗ സമ്പ്രദായം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് വെച്ച് അത് മുറിഞ്ഞുപോയി, അല്ലെങ്കിൽ കാലക്രമേണ അത് നഷ്ടപ്പെട്ടു. തൽഫലമായിട്ട് എന്ത്? ആ കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ വെച്ചിട്ട് ഇത്തവണ അർജുനനോട് ഭഗവാൻ ഇത് വീണ്ടും പറയേണ്ടി വന്നു. അപ്പം നമ്മൾ എവിടെ നിന്നാണ് പഠിക്കുന്നത്? നമ്മള് ബ്രഹ്മമധ്വ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായം എന്ന് പറയും 4 പരമ്പരകളാണ് ആധ്യാത്മികത പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പുരാണങ്ങളിലും ശാസ്ത്രങ്ങളിലും വേദങ്ങളിലും പറഞ്ഞിരിക്കുന്നത് 4 സമ്പ്രദായങ്ങളാണ്. ആണ് ബ്രഹ്മസമ്പ്രദായം, ശ്രീ സമ്പ്രദായം, രുദ്ര സമ്പ്രദായം, കുമാര സമ്പ്രദായം. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം എവിടെ നിന്നാണ് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ എവിടെ നിന്നാണ് മനസ്സിലാക്കുന്നത്? ബ്രഹ്മസമ്പ്രദായം, അല്ലെങ്കിൽ ബ്രഹ്മമധ്വ ഗൗഡീയ പരമ്പര. അത് ഭഗവാൻ തുടങ്ങി. ഭഗവാൻ ആർക്ക് ഉപദേശിച്ചു? ബ്രഹ്മാവിന് ഉപദേശിച്ചു. ബ്രഹ്മാവ് വ്യാസദേവനും, വ്യാസദേവൻ മധ്വാചാര്യർക്കും, പിന്നെ പത്മനാഭ തീർത്ഥ, നരഹരി തീർത്ഥ, ഇങ്ങനെ വന്നു. ചൈതന്യ മഹാപ്രഭുവിലൂടെ ഇങ്ങനെ കറങ്ങി അവസാനം ശീലപ്രഭുപാദ്, ശ്രീ ഭക്തി വേദാന്ത സ്വാമി ശീലപ്രഭുപാദില് എത്തി നിൽക്കുന്നു. അങ്ങനെ അത് നഷ്ടപ്പെടാതെ ഇങ്ങനെ വന്നിരിക്കുന്ന പരമ്പരയിൽ നിന്നാണ് എന്ത് നമ്മളിത് പഠിക്കുന്നത്. അപ്പം നമുക്കെന്തുണ്ട്? ഒരു ആധികാരികതയുണ്ട്. കാരണം ആ ഭഗവാൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് അതേപോലെ തന്നെയാണ് എന്ത് നമുക്കും കിട്ടുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? തന്റെ സുഹൃത്തോ ആയതിനാല് ഈ പരമരഹസ്യം ആരോട് ഉപദേശിക്കുന്നു? അർജുനനോട് വിവരിക്കുന്നു. ഭഗവത്ഗീത ഭഗവാന്റെ ആരെ ഉദ്ദേശിച്ചുള്ളതാണ്? ഭഗവാന്റെ ഭക്തനെ ഉദ്ദേശിച്ചുള്ള ഗ്രന്ഥമാണ്. എന്ത് ഇതിന്റെ ഉദ്ദേശം? അപ്പം ഒരുപാട് പേരുണ്ട്, ജ്ഞാനികളുണ്ട്, യോഗികളുണ്ട്, ഭക്തര്, ഇങ്ങനെ 3 തരം പേരാണ്. അതീന്ദ്രിയവാദികളാണ്. അതീന്ദ്രിയം ഇങ്ങനെ നടക്കുന്നത്, അല്ലെങ്കിൽ അതീന്ദ്രിയപരമായിട്ട് എന്താണ് ഒരു ഉയർന്ന ലെവലിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന 3 പേരാണ്. ആരൊക്കെ? ജ്ഞാനി, യോഗി, ഭക്തൻ. ഇങ്ങനെ 3 തരം അതീന്ദ്രിയവാദികളുണ്ട്. അപ്പം പഴയ പിന്തുടർച്ച തകർന്നതിനാല് പുതിയ ഒരു പരമ്പര, അല്ലെങ്കിൽ ശിഷ്യ പരമ്പര ആദ്യമായിട്ട് തെരഞ്ഞെടുക്കുന്നത് ആരെയാണ്? സുഹൃത്തായിട്ടുള്ള അർജുനനെയാണ്. അപ്പം ഇത് പഠിക്കാൻ ഏറ്റവും യോഗ്യരാരാണ്? സുഹൃത്തുക്കളും ഭക്തരുമാണ്. ആ ഭക്തർക്ക് മാത്രമേ എന്ത് മനസ്സിലാക്കാൻ പറ്റൂ? ആ ഒരു ജ്ഞാനം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. നമ്മളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? ആ ഒരു അർജുനൻ എങ്ങനെയാണ് ആ ഒരു ഭഗവത്ഗീത, അല്ലെങ്കിൽ ഭഗവാന്റെ വാക്കുകൾ അർജുനൻ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന് നമ്മളും മനസ്സിലാക്കണം. 10-ാം അധ്യായത്തില് അർജുനൻ പറയുന്നുണ്ട് എന്ത്? പരം ബ്രഹ്മം പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷൻ ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും. ആദിദേവനാണ് ആര്? ഭഗവാൻ. അഹുസ്താം ഋഷയാ സർവേ ദേവർഷി നാരദാസ്തദാ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷിമേ സർവം ഏതദൃതം മന്യേ യാൻ മാം വദാസി കേശവ നഹിതേ ഭവാൻ വ്യക്തി വിദുർദേവാനദാനവ. അർജുനൻ എന്താണ് പറയുന്നത്? അങ്ങ് പരബ്രഹ്മമാണ്, പിന്നെയോ പരമമായ വാസസ്ഥലവും എല്ലാ ശുദ്ധീകരണങ്ങളും നടക്കുന്നതും പരമമായിട്ടുള്ള സത്യവും നിത്യനായിട്ടുള്ള ദിവ്യ പുരുഷനും
ആദിമ ദൈവവുമാണ് നീ എന്നാണ് പറയുന്നത്. 10-ാം അധ്യായത്തിൽ ആണ് പറയുന്നത്. ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അർജുനൻ അവിടെ എന്താണ് എഗ്രി ചെയ്യുകയാണ്, നീയാണ് ഏറ്റവും വലിയവൻ. പിന്നെ എന്താണ് പറയുന്നത്? നീ ജനിക്കാത്തവനാണ്, ജനന മരണങ്ങൾ ഇല്ലാത്തവനും സർവവ്യാപിയുമായ സൗന്ദര്യവുമാണ് ആര്? കൃഷ്ണൻ. എന്നിട്ട് അതിന്റെ കൂട്ടത്തിലാണ് പറയുന്നത്, എന്താണ് പറയുന്നത്? അസ്ത്വം ഋഷയാ സർവേ ദേവർഷിർ നാരദാസ്തത അസിതോ ദേവലോ വ്യാസ സ്വയം ചവ ബ്രവേശ്യമേ. ഇത് ആരൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? നാരദൻ, അസിതൻ, ദേവലൻ, വ്യാസൻ തുടങ്ങിയ എല്ലാ മഹാന്മാരും ഋഷികളും നിന്നെ കുറിച്ച് ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ഇത് തന്നെ പ്രഖ്യാപിക്കുകയാണ്, ഹേ കൃഷ്ണ, നീ എന്നോട് എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം ഞാൻ പൂർണ്ണമായിട്ടും സത്യസന്ധമായിട്ടും ഞാൻ അംഗീകരിക്കുന്നു. ഹേ ഭഗവാനെ, ദേവന്മാർക്കോ അസുരന്മാർക്കോ നിന്റെ വ്യക്തിത്വം അറിയില്ല. അങ്ങനെയാണ് ആ 10-ാം അധ്യായത്തില് ആര് പറയുന്നത്? അർജുനൻ ഭഗവാനോട് പറയുന്നത്. അവസാനം പറഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്ത്? ഹേ ഭഗവാനെ, ദേവന്മാർക്കോ അസുരന്മാർക്കോ നിന്റെ വ്യക്തിത്വത്തെ മനസ്സിലാകത്തില്ല. പിന്നെ ആർക്കാണ്? ഭക്തന്മാർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അഭക്തന്മാർ ചിലപ്പോൾ ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതാം അവരുടെ രീതിയിൽ, അതാണ് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ യഥാർത്ഥ ജ്ഞാനം മനസ്സിലാക്കണമെങ്കിൽ ആർക്ക് മാത്രമേ സാധിക്കൂ? ഭക്തർക്ക് മാത്രമേ എന്ത് സാധിക്കൂ? ആ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അത് മനസ്സിലാവുന്നത് ആർക്കാണ്? ഭക്തർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്ക് ചിലപ്പോൾ തോന്നാം, അർജുനൻ ഭഗവാന്റെ ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു സുഹൃത്തായതുകൊണ്ട് മുഖസ്തുതി പറഞ്ഞതായിരിക്കാം, അതല്ലേ, ഒന്ന് പൊക്കി പറഞ്ഞതായിരിക്കാം എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അതിനു വേണ്ടിയിട്ടാണ് എന്ത് അടുത്ത ശ്ലോകത്തില് മറ്റ് ഋഷിമാരുടെ പേര് കൂടി പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഒരു തരത്തിലുള്ള സംശയങ്ങൾ ചിലപ്പോൾ ഈ ഭഗവത്ഗീത വായിക്കുന്നവർക്ക് ഉണ്ടായേക്കാം. അപ്പം അദ്ദേഹം എന്താണ് പിന്നെ പറയുന്നത്? ഞാൻ മാത്രമല്ല ഇത് അംഗീകരിച്ചിരിക്കുന്നത്, നാരദര്, അസിതന്, ദേവലൻ, വ്യാസദേവൻ തുടങ്ങിയവരും ആരാണ്? അങ്ങയെ പരമദിവ്യോത്തമ പുരുഷനായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. വേദജ്ഞാനം എല്ലാ ആചാര്യന്മാരും അംഗീകരിക്കുന്നത് പോലെ പ്രചരിപ്പിക്കുന്ന മഹാത്മാക്കളാണ് ആര്? ഈ പറഞ്ഞിരിക്കുന്ന ഇവരെല്ലാം. അപ്പം അതിനാൽ അർജുനൻ കൃഷ്ണനോട് പറയുന്നു, എന്ത്? അങ്ങ് പറയുന്നതെല്ലാം പൂർണ്ണമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. എന്താണ്? സർവം ഏതാധൃതം മന്യേ, നീ പറയുന്നതെല്ലാം സത്യമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. നമ്മളും അങ്ങനെ വേണം. ഭഗവാൻ എന്താണോ പറയുന്നത് അത് തൊഴുകൈകളോട് എന്ത് പറയണം? നീ പറഞ്ഞതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. അല്ലാതെ ഒരു എക്സ്ക്യൂസും എടുക്കരുത് ജീവിതത്തിൽ. ഒരേ ഒരു ജന്മമേ ഉള്ളൂ നമുക്ക്, അല്ലേ? ഒരേ ഒരു മനുഷ്യ ജന്മമേ ഉള്ളൂ. അതങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇതിപ്പം നമ്മൾ കേട്ട് മനസ്സിലാക്കിയില്ല എങ്കിൽ അടുത്ത ജന്മത്തിൽ നമുക്ക് ഇത് കേൾക്കാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല. അപ്പം ആ ഒരു ശാശ്വതമായ ഭഗവാന്റെ വാസസ്ഥലത്തേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? ഇത് അതേപോലെ നമ്മൾ അംഗീകരിക്കണം. ഭഗവാൻ പറയുന്നതെല്ലാം സത്യമാണെന്ന് നമ്മൾ അംഗീകരിക്കണം, അർജുനനെ പോലെ. അപ്പം ഭഗവാന്റെ വ്യക്തിത്വം മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണെന്നും മഹാദേവന്മാർക്ക് പോലും അദ്ദേഹത്തെ അറിയാൻ കഴിയില്ലെന്നും അർജുനൻ ഇവിടെ പറയുകയാണ്. ആർക്ക് മാത്രമേ കഴിയൂ? ഭക്തർക്ക് മാത്രമേ കഴിയൂ. മനുഷ്യരെക്കാൾ വലിയ വ്യക്തിത്വങ്ങൾക്ക് പോലും ഭഗവാനെ അറിയാൻ കഴിയില്ല എന്നാണ് ഇതിനർത്ഥം. അപ്പോൾ ഒരു മനുഷ്യന് ശ്രീകൃഷ്ണന്റെ ഭക്തനാകാതെ എങ്ങനെയാണ് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിയുക? അല്ലെ? ആലോചിക്കുക. പലരെയും നമ്മൾ ആരാധിക്കുന്നുണ്ട്, പലയിടത്തും പോകുന്നുണ്ട്, പക്ഷെ എല്ലായിടത്തും ഭഗവത്ഗീതയുണ്ട്. ചിലർ ഭഗവാനെ അംഗീകരിക്കാത്തവരും ഭഗവത്ഗീതയും കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത് ഉപദേശിച്ചിരിക്കുന്ന വ്യക്തി ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ്, അല്ലെ? അപ്പം അദ്ദേഹത്തെ നമ്മൾ അംഗീകരിക്കാതെ, അദ്ദേഹത്തെ മനസ്സിലാക്കാതെ നമുക്ക് ഒരിക്കലും ആ ഒരു ഭഗവത്ഗീത ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. അപ്പം ഭഗവാന്റെ ഭക്തർക്ക് മാത്രമേ ആ ഒരു ഭഗവത്ഗീത ശരിയായ ജ്ഞാനം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. കാരണം സർവം ഏതാധൃതം മന്യേ, നീ പറയുന്നതെല്ലാം സത്യമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. നമ്മളും അത് അംഗീകരിക്കണം. അസുരന്മാർക്കോ അഭക്തന്മാർക്കോ അല്ലെങ്കിൽ ആർക്കുമോ ഇത് മനസ്സിലാവുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഭഗവത്ഗീതയുടെ ഭക്തി എന്ത് വേണം? ഭഗവത്ഗീത ആത്മാവില് സ്വീകരിക്കണം. ആരും ഭഗവാന് തുല്യരാണെന്ന് കരുതരുത്.
ശ്രീകൃഷ്ണൻ ഒരു സാധാരണ വ്യക്തിയാണ് എന്ന് കരുതരുത്. ഭഗവത്ഗീതയുടെ പ്രസ്താവനകൾ, ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അർജുനന്റെ പ്രസ്താവനകൾ അനുസരിച്ച് ഭഗവത്ഗീത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് പഠിക്കാൻ വേണ്ടിയിട്ടെങ്കിലും എന്ത് വേണം? ആ ഒരു കൃഷ്ണ ഭഗവാനെ നമ്മള് പരമദിവ്യോത്തമ പുരുഷനായിട്ട് നാം അംഗീകരിക്കണം. ആ ഒരു വിധേയത്വ മനോഭാവത്തോടെ വേണം എന്ത്? അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ നമുക്ക് ഭഗവത്ഗീത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഭഗവത്ഗീത ഒരു വിധേയത്വ മനോഭാവത്തോടെ വേണം. വായിക്കുന്നില്ലെങ്കിൽ എന്ത് പറ്റും? അതൊരു വലിയ രഹസ്യമാണ്, ഒരു പരമമായിട്ടുള്ള രഹസ്യമാണ്. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ഈ ഒരു പരമ്പര വഴി വരുന്ന സംഗതികൾ. കാരണം അത്രയും രഹസ്യമാണ്, നമുക്ക് യോഗ്യത ഉണ്ടായത് കൊണ്ടാണ് അത് കിട്ടുന്നത്. അപ്പം ആ ഒരു രഹസ്യം നമ്മൾ അത്രയും ആ ഒരു വിധേയത്വ മനോഭാവത്തോടു കൂടി വേണം എന്ത്? മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ആ രഹസ്യം നമുക്ക് മനസ്സിലാവുകയില്ല. നമുക്ക് കേട്ടിട്ട് നമുക്ക് മനസ്സിലായെന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. അപ്പൊ എന്താണിത് ഭഗവത്ഗീത, അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ ഉദ്ദേശം എന്താണ്? തുടക്കത്തിൽ പറഞ്ഞോളാം, ഭഗവത്ഗീതയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യവർഗത്തെ ഈ ഭൗതിക അസ്തിത്വത്തിന്റെ അജ്ഞതയിൽ നിന്ന് മോചിപ്പിക്കുക. ഭൗതിക അസ്തിത്വം എന്ന് പറയുന്നത് എന്താണ്? ഈ ജനന മരണ ചക്രങ്ങള്, അല്ലെ? ജന്മ മൃത്യു ജര വ്യാധി, അല്ലെ? ജനനം, മൃത്യു, ജരാവ്യാധി. ജനിച്ചു കഴിഞ്ഞാല് പ്രായമാകും, വാർദ്ധക്യമാകും, ഇതിനിടയിൽ അസുഖങ്ങൾ ഉണ്ടാകും, അല്ലെ? പിന്നെയോ മരണമുണ്ടാകും. ഇത് വലിയ മിസറിയാണ്, വലിയ പ്രശ്നമാണ് ഭൗതിക ലോകത്ത്. ഇത് ഇല്ലാതാക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവത്ഗീത മനസ്സിലാക്കണം. ആത്മഹത്യ ചെയ്തതുകൊണ്ടോ ഒളിച്ചോടിയതുകൊണ്ടോ കാര്യമുണ്ടോ? ഇല്ല. ആത്മഹത്യ ചെയ്യുന്നവര് വലിയ പാപമാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ ഇത് മനസ്സിലാക്കാതെ ഒളിച്ചോടുന്നവർ എന്ത് ചെയ്യും? അടുത്ത തവണ വീണ്ടും ജനിക്കേണ്ടതായിട്ട് വരും. നമ്മളെന്ത് വേണം? ആ കുരുക്ഷേത്ര യുദ്ധത്തില് പോരാടേണ്ടി വന്ന അർജുനനെ പോലെ പലരും, എല്ലാവരും, ഞാൻ ഉൾപ്പെടെ, നമ്മൾ ഉൾപ്പെടെ എല്ലാവരും എന്താണ്? പല വിധത്തില് ബുദ്ധിമുട്ടിലാണ്. എങ്ങനെയാണോ അർജുനൻ ഭഗവാന് കീഴടങ്ങിയത്, അല്ലെങ്കിൽ ഭഗവാന് ശരണാഗതി പ്രാപിച്ചത്, അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഭഗവത്ഗീത ഉണ്ടായത്. ആ ശരണാഗതി പ്രാപിച്ചത് കൊണ്ടാണ് എന്ത്? ആ ഭഗവത്ഗീത അർജുനന് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചത്. ഭഗവാൻ ആ ഭഗവത്ഗീത പറഞ്ഞത്. നമ്മളും ആ വിധേയത്വ മനോഭാവം വേണം. എന്താണ് പ്രശ്നം വരുന്ന സമയത്ത് ഭഗവാനോട് പറയുക, ഭഗവാനെ, എങ്ങനെയാണോ അർജുനൻ അങ്ങ് ഉപദേശം കൊടുത്തത്, എങ്ങനെയാണോ അർജുനനെ ആ ധർമ്മസങ്കടത്തിൽ നിന്ന് രക്ഷിച്ചത്, അതേപോലെ ഞങ്ങളെയും രക്ഷിക്കൂ. വേറെ ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. വേറെ ആർക്കും നമ്മൾ ഒരു പ്രശ്നവും പരിഹരിക്കാൻ സാധിക്കില്ല ശാശ്വതമായിട്ട്. അപ്പം അർജുനൻ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ഈ ഭൗതിക അസ്തിത്വം കാരണം എന്താണ്? ഉത്കണ്ഠ നിറഞ്ഞവരാണ്, അല്ലെ? ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങൾ കാരണം നമ്മുടെ ഈ അസ്തിത്വം തന്നെ എന്താണ്? ഈ ഒരു അസ്തിത്വം ഇല്ലാത്ത അന്തരീക്ഷത്തിലാണ്. ഇതൊന്നും നിലനിൽപ്പില്ലാത്തതാണ് ഈ അന്തരീക്ഷങ്ങൾ. വാസ്തവത്തില് ഇതൊന്നും നമ്മളെ ഭീഷണിപ്പെടുത്തേണ്ട സംഗതികളല്ല, നമ്മൾ പേടിക്കേണ്ട സംഗതികളല്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ അസ്തിത്വം എന്ന് പറയുന്നത് ശാശ്വതമാണ്. അസ്തിത്വം എന്താണ്? നമ്മുടെ ആത്മാവ് ശാശ്വതമാണ്. ഇവിടെ നമ്മൾ ടെമ്പററി ആയിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ എങ്ങനെയോ ഇവിടെ വന്ന് പെട്ടു, അല്ലേ? ആ ഒരു അസത്തിലേക്ക് നമ്മളെ തള്ളിവിട്ടു. അസത്ത് എന്ന് പറയുന്നത് നിലവിലില്ലാത്തത്, സത്ത് എന്നുള്ളത് നിലവിലുള്ള സംഗതി. അവിടെ നിന്ന് നമ്മളെ ഇവിടേക്ക് എങ്ങനെയോ നമ്മുടെ എന്തോ മുജന്മ കർമ്മങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എന്തോ തെറ്റ് ചെയ്തതിന്റെ പേരില് ഈ ഭൂമിയിലേക്ക് നമ്മൾ വരേണ്ടി വന്നു. കാരണം നമ്മൾ ഈ ഭൗതിക ലോകത്ത് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അതിന് മാർഗം? നമ്മളെ ജയിലിലിടും, അല്ലെ? കുറെ വർഷങ്ങൾ ജയിലിലിട്ടതിന് ശേഷം അതിന്റെ ശിക്ഷാവധി കഴിയുന്ന സമയത്ത് നമുക്ക് പുറത്തു വരാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ നമ്മൾ എവിടെയോ ആയിരുന്നു, അവിടെ നമ്മൾ തെറ്റ് ചെയ്ത സമയത്ത് ഈ ഒരു പ്രക്രിയ, ഈ ഒരു സെറ്റപ്പ് ഒക്കെ ഭഗവാൻ ഉണ്ടാക്കിയിട്ട് നമ്മളെ ഇങ്ങോട്ടേക്ക് ഭഗവാൻ വിട്ടു. ഇനി ഇവിടുന്ന് തെറ്റ് ചെയ്തിട്ട് എന്താണ്? ആ തെറ്റിന് പരിഹാരം കാണണം. പരിഹാരമാർഗം കണ്ട് ആ തെറ്റ് തിരുത്തിയാൽ മാത്രമേ നമുക്കിനി തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് സാധിക്കൂ. മനസ്സിലായോ? അതിനാണ് ഭഗവത്ഗീത. ആ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ എന്ത്? വേദങ്ങളും ഭഗവത്ഗീത ഉൾപ്പെടെ നമുക്ക് തന്നിരിക്കുന്നത്. ഇല്ല എങ്കിൽ എന്ത് പറ്റും? വീണ്ടും ഈ ജനന മരണം, വീണ്ടും മരിക്കും, വീണ്ടും ജനിക്കും. ചിലപ്പോൾ ഈ മനുഷ്യജന്മം പോലും കിട്ടിയെന്ന് വരില്ല. അത് നമ്മൾ മനസ്സിലാക്കണം.
ശാശ്വതമായിട്ടുള്ള സംഘത്തിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? ഭഗവാൻ എങ്ങനെയാണോ ഭഗവത്ഗീത അർജുനന് ഉപദേശിച്ചത്, എങ്ങനെയാണോ അർജുനൻ സ്വീകരിച്ചത്, അതേപോലെ നമ്മളും സ്വീകരിക്കണം. നമ്മള് എല്ലാവരും പറയാറുണ്ട് നമുക്ക് ഒരുപാട് കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടുകളാണ് എന്നൊക്കെ. പലരും ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചിന്തിക്കാറില്ല. നമ്മൾ അന്വേഷിക്കണം. നമ്മൾ താൽക്കാലികമായിട്ടുള്ള രീതിയിലാണ് അന്വേഷിക്കുന്നത്. നമ്മൾ ശരിയായിട്ടുള്ള മാർഗം അന്വേഷിക്കണം. ഞാൻ ഈ ഭൂമിയിൽ എന്തിന് ജനിച്ചു? ഞാൻ ഇവിടെയുള്ള ആളായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും മരിക്കുകയില്ല. ഇതെന്റെ സ്ഥലമായിരുന്നുവെങ്കിൽ ഞാൻ ഈ ശരീരത്തോടു കൂടി നിന്നേനെ. അല്ലെങ്കിൽ എനിക്ക് ഒരേ പ്രായം തന്നെ ആയിരുന്നേനെ. എനിക്ക് ചെറുപ്പമുണ്ട്, അല്ലെ? അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്നുണ്ട്, അവിടുന്ന് ജനിക്കുന്നുണ്ട്, വളരുന്നുണ്ട്, മരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വന്നത്? കല്യാണം കഴിക്കുന്നുണ്ട്, കുട്ടികൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അവരുടെ കൂടല്ല ഞാൻ ജനിച്ചത്, അവരുടെ കൂടല്ല മരിക്കുന്നത്. അവരും പല വഴിക്ക് പോകുന്നുണ്ട്. അതും ശാശ്വതമായിട്ടുള്ള ബന്ധമല്ല. പിന്നെ ഞാൻ എന്തിന് വന്നു? ഞാൻ പിന്നെ എന്തിന് ജനിച്ചു? ഈ ഒരു അന്വേഷണമാണ് എന്ത്? ആ ഒരു അന്വേഷണം വരുന്ന സമയത്താണ് എന്ത്? ആ ഒരു മനുഷ്യന്റെ ആത്മബോധം ഉണരുന്നത്. ഈ ഒരു ആത്മബോധം, അല്ലെങ്കിൽ ഇതിനെ എന്തുവാണ് പറയുന്നത് ബ്രഹ്മസൂത്രത്തില്? അധാതോ ബ്രഹ്മ ജിജ്ഞാസ. ഞങ്ങൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? എവിടെ നിന്നാണ് വന്നത്? മരണശേഷം എവിടേക്ക് പോകും എന്നൊക്കെ ചോദ്യം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ് എന്ത്? ഭഗവത്ഗീത മനസ്സിലാക്കാൻ പറ്റിയ യഥാർത്ഥമായിട്ടുള്ള യോഗ്യരായിട്ടുള്ള വിദ്യാർത്ഥികള്. ആത്മാർത്ഥതയുള്ള വിദ്യാർത്ഥികൾക്ക് എന്ത്? ആ ഭഗവാനോട് നല്ല ബഹുമാനം ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ആര്? അർജുനൻ. ഭഗവാന്റെ സന്ത സഹചാരിയായിരുന്നു അർജുനൻ. അതുകൊണ്ടെന്ത്? എല്ലാത്തിനും ഉപരി അർജുനൻ അജ്ഞതയിലായിരുന്നു. സന്ത സഹചാരി ആയിരുന്നെങ്കിൽ പോലും അജ്ഞതയിലായിരുന്നു. എന്നാൽ ആ കുരുക്ഷേത്ര യുദ്ധകളത്തിൽ വെച്ചിട്ട് അജ്ഞതയിലാക്കിയതാണ് ഭഗവാൻ. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് വേണ്ടിയിട്ട്, അല്ലെ? ഭഗവാന്റെ ആ ഒരു യോഗമായയുടെ അണ്ടറിലാക്കിയതാണ്. എന്ത്? നമുക്ക് വേണ്ടിയിട്ട്. അർജുനനെ കൊണ്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. ആ ജീവിതത്തിലെ പ്രശ്നങ്ങളെ കുറിച്ചെല്ലാം അർജുനനെ കൊണ്ട് ചോദിച്ച് മനസ്സിലാക്കിപ്പിച്ചതാണ് നമുക്ക് വേണ്ടിയിട്ട്. ആ ഭാവി തലമുറയുടെ പ്രയോജനത്തിനായിട്ട് ഭഗവാൻ അവ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ആ അർജുനനെ ആ ഒരു സെറ്റപ്പിൽ കൊണ്ടു നിർത്തുന്നത് എന്താണ്? അതനുസരിച്ച് പിന്നീട് വരുന്ന തലമുറയ്ക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ആ ഒരു മനുഷ്യ ജീവിതത്തിന്റെ ദൗത്യം പൂർത്തീകരിക്കാനും കഴിയും. പലരും ചിന്തിക്കാറുണ്ട്, പലരും പറയാറുണ്ട്, എൻ്റെ കടമ എന്ന് പറയുന്നത് കുട്ടികളെ വളർത്തുക, കുട്ടികളെ പഠിപ്പിക്കുക, അവരെ കല്യാണം കഴിപ്പിച്ചു വിടുക. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ജനിക്കുന്നത് എന്ന് അവർ പറയാറുണ്ട്. പക്ഷെ ഒന്ന് ചിന്തിക്കുക, ചിലര് കുട്ടികൾ ഉണ്ടായ സമയത്ത് അല്ലെങ്കിൽ ഒരു വർഷം കഴിയുന്ന സമയത്ത് ഈ അച്ഛനും അമ്മയും മരിച്ചു പോകും, അല്ലേ? ആ സമയത്ത് കുട്ടികൾ എങ്ങനെ ആയിരിക്കും വളരുന്നത്? അപ്പോൾ നമ്മളെല്ലാവരും ഓരോ വ്യക്തികളാണ്. നമ്മള് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ആ മനുഷ്യ ജീവിതത്തിന്റെ ആ ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഭഗവത്ഗീത അനുസരിച്ച് ജീവിക്കണം. നമ്മൾ ആരാണ് എന്നുള്ള ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാവണം. മനുഷ്യ ജീവിതത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഈ ഒരു ഭൂമിയിൽ നിന്ന് പോകുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ജനന മരണ ചക്രത്തിൽ നിന്ന് പോകുക എന്നുള്ളതാണ്. ശങ്കരാചാര്യർ പറയുന്ന പോലെ പുനരഭിജനനം പുനരഭിമരണം. ഈ ഭൗതിക ലോകത്ത് പുനരഭിജനനം പുനരഭിമരണം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. എന്തില്ലെങ്കില്? ഈ ആത്മജ്ഞാനം ഇല്ല എങ്കില്, ഭഗവത്ഗീത ശരിയായിട്ട് മനസ്സിലാക്കിയില്ല എങ്കില്. നമ്മുടെ ആഗ്രഹം അനുസരിച്ചാണ് നമുക്ക് കുട്ടികളെ ജനിപ്പിക്കുന്നത് നമ്മളല്ലേ. ഒരിക്കലും ആ കുട്ടികള് ഒരിക്കലും പറയുന്നില്ല, അല്ലെങ്കിൽ ആ ആത്മാവ് പറയുന്നില്ല എന്നെ ജനിപ്പിക്കൂ എന്ന് പറയുന്നില്ല. ഏറ്റവും കഠിനമായിട്ടുള്ള പ്രവൃത്തിയാണ് ജനനവും മരണവും. നമ്മള് എല്ലാവരും ഓരോ വ്യക്തികളാണ്. അപ്പൊ നമ്മള് മനസ്സിലാക്കണം എന്തിനു വേണ്ടിയിട്ട് ജനിച്ചു, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമുക്ക് ആ ശാശ്വതമായിട്ടുള്ള ഒരു സന്തോഷം ലഭിക്കുന്നത്. പക്ഷെ പലരും എന്താണ് പറയുന്നത്? കുട്ടികളെ അല്ലെങ്കിൽ വീട്ടിലെ കടമ കഴിഞ്ഞിട്ട് ഭഗവത്ഗീത പഠിക്കാൻ സമയമില്ല,
അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് ഞങ്ങൾക്ക് സമയം കിട്ടുന്നില്ല, തികയുന്നില്ല എന്ന്. പക്ഷെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കരുതി വെക്കേണ്ടത് എന്താണ്? ഇതിനു വേണ്ടിയിട്ടാണ്. കുടുംബമൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്, നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട്. അതും ഭൗതിക ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്, ആത്മീയാഗ്രഹമല്ല. ആത്മാവിന്റെ ആഗ്രഹത്തിനനുസരിച്ചല്ല നമ്മൾ കല്യാണം കഴിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികളെ ജനിപ്പിക്കുന്നത്, വീട് വെക്കുന്നത്. ഇതൊന്നും ആത്മീയപരമായിട്ടല്ല, അല്ലെങ്കിൽ ആത്മാവിന് സന്തോഷം കിട്ടുന്ന കാര്യമല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഒരിക്കലും നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ്, അല്ലെങ്കിൽ ആദ്യം മുന്നിൽ വെക്കേണ്ടത് എന്താണ്? സ്പിരിച്വാലിറ്റിയാണ്, ആധ്യാത്മികതയാണ് മുന്നിൽ വെക്കേണ്ടത്. കുടുംബം വേണ്ട, കുട്ടികൾ വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷെ ഇതെല്ലാം ഇതിന്റെ പാർട്ടായിരിക്കണം, ഭക്തിയുടെ പാർട്ടായിരിക്കണം ഇതെല്ലാം. അല്ലാതെ ഭക്തി ഉപേക്ഷിച്ചുകൊണ്ട് മറ്റേതിലേക്ക് ചാടരുത്. കാരണം ഒരിക്കലും അത് പിന്നെ കരകയറാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. അതിന് കുറച്ച് ഭഗവത്ഗീതയെ കുറിച്ച് സമയം ഒത്തിരി നോക്കാം. ഇപ്പം ഭഗവത്ഗീത എന്ന് പറയുന്നത് 5 തത്വങ്ങളാണുള്ളത്. എന്താണ്? ഒന്ന്, ഈശ്വരൻ. ആരാണ്? നമ്മുടെ പരമപിതാവ്, ദൈവം. പിന്നെയോ ആത്മാവ്, ജീവൻ, ജീവാത്മാവ്, നമ്മൾ ആരാണ്? പിന്നെ പ്രകൃതി, ഭഗവാന്റെ പ്രകൃതി. പിന്നെ കാലം, സമയം. പിന്നെ കർമ്മം, പ്രവർത്തനം, നമ്മുടെ പ്രവർത്തനം. ഈ 5 കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഈ 5 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ എല്ലാം പൂർണ്ണമായിട്ടുള്ളത്. അല്ലേ? ഈശ്വരൻ ആരാണ്? ആരാണ് ജീവാത്മാവ്? പ്രകൃതി എന്താണ്? കാലം എന്താണ്? കർമ്മം എന്താണ്? പിന്നെയോ ഇത് മനസ്സിലാക്കിയിട്ട് എന്ത് വേണം? ഈശ്വരനും പരമാത്മാവും ജീവാത്മാവുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കണം. നാമും ഈശ്വരനുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കി ആ ഭഗവാനുമായിട്ട് യോജിച്ച് പ്രവർത്തിച്ച് തിരിച്ച് ശാശ്വതമായിട്ടുള്ള ലോകത്തേക്ക് പോകണം. ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് ദൈവവുമായിട്ട്, ഭഗവാനുമായിട്ട്, കൃഷ്ണനുമായിട്ടുള്ള ബന്ധപ്പെടുന്നതിലൂടെ ഒരാൾക്ക് തന്റെ ജീവിതം പൂർണ്ണമാകുകയും തന്റെ അസ്തിത്വം ശുദ്ധീകരിക്കുകയും വേണം എന്നതാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ എല്ലാ സാഹചര്യങ്ങളും, എന്ത് പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാലും എന്താണ്? എപ്പോഴും അദ്ദേഹം തൃപ്തനായിരിക്കും, യാതൊരു പരാതിയും ഉണ്ടാകത്തില്ല, എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും. അപ്പം ഭഗവത്ഗീത ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ വായിക്കുന്ന ഒരു വ്യക്തി, എല്ലാ വിഷാദത്തെയും അകറ്റി നിർത്തുന്നു. പരാജയങ്ങള് അത്തരമൊരു വ്യക്തിയെ ബാധിക്കില്ല. അങ്ങനെ ഒരു വ്യക്തി എന്താണ്? വിശ്വാസത്തോടെയും പരമാത്മാവിൽ ആത്മവിശ്വാസത്തോടെയും മുന്നേറുന്നു. ഭഗവത്ഗീത പതിവായി വായിക്കുന്നതിലൂടെ ഒരാള് തന്റെ ചിന്താ പ്രക്രിയയിൽ ശാന്തനും വ്യക്തനുമാകുന്നു, കാര്യക്ഷമവനായി തീരുന്നു. ഒരാൾക്ക് വേഗത്തിലും കൃത്യമായും തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഭഗവത്ഗീത ആത്മാർത്ഥമായി വായിക്കുന്നതിലൂടെ, അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നതിലൂടെ ഒരാള് ലളിതനും വിനീതനുമായിട്ട് മാറുന്നു. അവൻ തന്റെ എല്ലാ ബന്ധങ്ങളിലും വിജയിക്കുന്നു, എല്ലാ പ്രവർത്തനങ്ങളിലും, എല്ലാ കാര്യങ്ങളിലും ജീവിത വിജയം നേടുന്നു. അവൻ, അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഈ ലോകത്തിലും പിന്നെയോ അതിനുശേഷവും എന്താണ്? സന്തുഷ്ടനായിട്ട് ഇരിക്കുന്നു. ആ ഗീതയോടുള്ള ആദരവ് എന്താണ്? വേദവൃത്തങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. പല പാശ്ചാത്യ പണ്ഡിതന്മാരും എന്താണ്? വളരെ അതിശയകരമായിട്ടാണ് ഗീതയെ ഉൾക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ആൾക്കാരെക്കാട്ടിൽ കൂടുതലാണ് പാശ്ചാത്യര് ഭഗവത്ഗീത ഉൾക്കൊണ്ടും അതിനനുസരിച്ച് ജീവിക്കുന്നത്. ഏറ്റവും കൂടുതൽ സന്യാസിമാരാരാണ്? വിദേശികളാണ്. നോക്കിക്കൊള്ളുക, എല്ലാം ഉപേക്ഷിച്ച്, അവര് അങ്ങേയറ്റത്തെ ഭൗതികപരമായിട്ടുള്ള എല്ലാ സുഖവും അനുഭവിച്ചിരുന്നവരാണ്. പക്ഷെ അവരതെല്ലാം ഉപേക്ഷിച്ചിട്ട് വന്ന് ഈ ഭഗവത്ഗീതയുടെ ഈ ഒരു ടീച്ചിങ്ങിലേക്ക്, അല്ലെങ്കിൽ ഇതിലേക്ക് അവര് വരികയുണ്ടായി. അങ്ങനെ ഒരിക്കല് നമ്മുടെ ആചാര്യനായിട്ടുള്ള ശ്രീല പ്രഭുപാദര് UK പോയ സമയത്ത്, ഇംഗ്ലണ്ടിൽ പോയ സമയത്ത്, അവിടെ ഇരുന്ന ഒരു വ്യക്തി, പാശ്ചാത്യനായിട്ടുള്ള ഒരു വ്യക്തി ചോദിച്ചു, അങ്ങ് ഇവിടെ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ച സമയത്ത് വളരെ വികാരഭരിതനായിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞു. എന്താണ് മറുപടി പറഞ്ഞത്? നിങ്ങൾ ബ്രിട്ടീഷുകാർ വന്നിട്ട് ഇന്ത്യ ഭരിച്ച സമയത്ത് ഞങ്ങളുടെ എല്ലാ സമ്പത്തും നിങ്ങൾ കൊള്ളയടിച്ചു. ഒരു ബ്രിട്ടീഷുകാരനാണ് ആ ചോദിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മറന്നുപോയി.
ഏറ്റവും വിലയേറിയ ഒരു രത്നം എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറന്നുപോയി. അത് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് എന്ത് ഞാൻ വന്നിരിക്കുന്നത്. എന്താണ് ആ രത്നം എന്ന് പറയുന്നത്? ഭഗവത്ഗീതയുടെ ജ്ഞാനം. അവർ ചോദിച്ചതാണ്, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് ചോദിച്ച സമയത്ത്, ഒരു ബ്രിട്ടീഷുകാരൻ ചോദിച്ച സമയത്ത് പറഞ്ഞ, നിങ്ങൾ വന്ന് ഞങ്ങളുടെ എല്ലാ സമ്പത്തും കൊള്ളയടിച്ചു കൊണ്ടുപോയി, പക്ഷെ ഒരു കാര്യം, ഒരു രത്നം മാത്രം നിങ്ങൾ എടുക്കാൻ മറന്നുപോയി. ആ രത്നം, ഭഗവത്ഗീതയാകുന്ന രത്നം നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് എന്ത് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഭഗവത്ഗീത നമ്മൾ പറഞ്ഞു, സംഗ്രഹം എല്ലാ രീതിയിലും മനസ്സിലാക്കുന്ന രീതിയിൽ ഈ ഒരു 18 അധ്യായങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം കുറച്ച് സമയങ്ങൾ കൊണ്ട് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. അപ്പം ഭഗവത്ഗീതയിൽ എല്ലാം ചെറിയ രൂപത്തിൽ ചെറിയതായിട്ട് പറഞ്ഞു തരാം. ഭഗവത്ഗീതയിൽ എന്താണ് 18 അധ്യായങ്ങളാണുള്ളത്, 700 ശ്ലോകങ്ങൾ. കൃഷ്ണൻ എത്ര എണ്ണം പറഞ്ഞു? കൃഷ്ണൻ 574 ശ്ലോകങ്ങൾ ഭഗവാൻ പറഞ്ഞു. അർജുനൻ 84 എണ്ണം പറഞ്ഞു. സഞ്ജയൻ 41 എണ്ണം. ധൃതരാഷ്ട്രര് ഒരെണ്ണം. ധൃതരാഷ്ട്രാണ് പുലി, അദ്ദേഹം ഇല്ലെങ്കിൽ അതില്ല, അദ്ദേഹത്തിന്റെ ഒരൊറ്റ ഇതിൽ നിന്നാണ് വരുന്നത്, അല്ലേ? അപ്പം ഇതിനെല്ലാം ശേഷം, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനത്തെ ശ്ലോകം ആരാണ് പറയുന്നത്? സഞ്ജയൻ. സഞ്ജയൻ എന്താ പറഞ്ഞു വെക്കുന്നത്? 18-ാം അധ്യായം 78-ാമത്തെ ശ്ലോകത്തില്, എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീർവിജയോ ഭൂതി ധ്രുവാനീതിർമതിർമമ. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീർവിജയോ ഭൂതിർ ധ്രുവാനീതിർ മതിർമമ. എന്താണ് പറയുന്നത്? എല്ലാ നിഗൂഢ ശാസ്ത്രങ്ങളുടെയും അധിപനായിട്ടുള്ള കൃഷ്ണനും, പിന്നെയോ വില്ലാളി വീരനായിട്ടുള്ള അർജുനനും എവിടെയുണ്ടോ അവിടെയെല്ലാം എന്തുണ്ടാവും? ഐശ്വര്യവും, പിന്നെയോ വിജയവും അസാധാരണ ശക്തിയും. കാണുന്നുണ്ടോ? അവസാനം സഞ്ജയൻ പറഞ്ഞു നിർത്തുന്നതാണ് എന്ത്? എത്ര യോഗേശ്വര കൃഷ്ണോ, എല്ലാ നിഗൂഢ ശാസ്ത്രങ്ങളുടെയും അധിപനായിട്ടുള്ള കൃഷ്ണനും, എത്ര പാർത്ഥോ ധനുർധര, അത് വില്ലാളി വീരനായിട്ടുള്ള അർജുനനും എവിടെയുണ്ട്? തത്ര ശ്രീർ വിജയോ ഭൂതിർ ധ്രുവാനീതിർ മതിർമമ. ഇവർ രണ്ടും എവിടെയുണ്ടോ അവിടെ ഐശ്വര്യവും വിജയവും അസാധാരണ ശക്തിയും സദാചാരവും തീർച്ചയായും ഉണ്ടായിരിക്കും. അതാണ് എന്റെ അഭിപ്രായം. ആരാണ് പറയുന്നത്? സഞ്ജയൻ പറയുന്നു. അപ്പം നമ്മുടെ വീട്ടിലും അങ്ങനെ ഉണ്ടാവാം. എങ്ങനെ? നമ്മൾ അർജുനനായാൽ മതി, ഭഗവാന്റെ ഭക്തരായാൽ മതി. ഭക്തരുണ്ടെങ്കിൽ ആരുണ്ടാവും അവിടെ? ഉറപ്പായിട്ടും ആരുണ്ട്? യോഗേശ്വരനായിട്ടുള്ള ഭഗവാൻ ഉറപ്പായിട്ടും ഇവിടെ ഉണ്ടാവും, ആ ഒരു വീട്ടില് ഉണ്ടാവും. അവിടെ എന്തുണ്ടാവും? അവിടെ ഐശ്വര്യവും സദാചാരവും ശക്തിയും എല്ലാം അവിടെ തന്നെ ഉണ്ടാവും. എല്ലാവരും എന്ത് വേണം? ഈ ഒരു ഭഗവത്ഗീത, ഈ ഒരു ജ്ഞാനം ശരിയായ രീതിയിൽ മനസ്സിലാക്കണം. അർജുനൻ മനസ്സിലാക്കിയതുപോലെ ആ ഒരു വിധേയത്വ മനോഭാവത്തോടെ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ദേവാദിദേവൻ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ്, അദ്ദേഹം മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട് ഉപദേശിച്ചിരിക്കുന്നതാണ് നമ്മൾ ഈ കേൾക്കുന്നത്, അല്ലെങ്കിൽ പറഞ്ഞു തരുന്നത്. അത് അതേ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നമുക്ക് എന്തുണ്ടാവും? ഈ ഒരു ജീവിതത്തില് ആ ഒരു വിജയമുണ്ടാകും. അവസാനം ആ ഒരു ശാശ്വതമായിട്ടുള്ള ലോകത്തിലേക്ക്, അല്ലെ, സുഖദുഃഖങ്ങളില്ലാത്ത, അല്ലെ, ഒരിക്കലും ദുഃഖങ്ങളും ഇല്ലാത്ത ഒരു ലോകത്തിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. എവിടെ നിന്നാണോ നമ്മൾ വന്നത് അവിടേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കും. എല്ലാവർക്കും അതിന് കഴിയട്ടെ. എല്ലാവരും തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ കേൾക്കുക, മുടങ്ങാതെ ഇരിക്കുക. ചോദ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. ഹരേ കൃഷ്ണ.